ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് തന്നെയാണ്. ഇന്ത്യൻ നിക്ഷേപ രംഗത്ത് മ്യൂച്വൽ ഫണ്ട് ഇന്ന് ശക്തമായ സാന്നിധ്യമായിട്ട് മാറിയിരിക്കുകയാണ്. നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണം, ഓഹരി അല്ലെങ്കിൽ കടപ്പത്രം, ഗവൺമെൻറ് സെക്യൂരിറ്റി, ട്രഷറി ബില്ല് തുടങ്ങിയവ നിക്ഷേപിക്കുകയും കിട്ടുന്ന ലാഭനഷ്ടങ്ങൾ ആനുപാതികമായി നിക്ഷേപകർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു നിക്ഷേപ മാർഗം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് കൂടുതൽ ആകർഷകമാകുന്നത് എന്തൊക്കെ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സുരക്ഷിതമാണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൃത്യമായ ഒരു ഘടനയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. കൃത്യമായിട്ട് സുരക്ഷിതത്തോടു കൂടി സെക്യൂറായിട്ട് ഒരു സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന സാധനം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഫണ്ടുകൾ നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനും അതുപോലെ തന്നെ റിസ്ക് എടുക്കാനുള്ള ശേഷി അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് ഫണ്ട് ഉണ്ട്, മൾട്ടി ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്. ഇതിൽ നമ്മുടെ റിസ്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ റിട്ടേണുകൾ അനുസരിച്ച് നമുക്ക് വൈവിധ്യമാർന്ന ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ആദായ നികുതി ഇളവുകളാണ്. പരമാവധി 30% ആദായ നികുതി ഉള്ള സാഹചര്യത്തിൽ കൃത്യമായ ടാക്സ് പ്ലാനിംഗ് അനുയോജ്യമായ ഫണ്ടുകളും ലഭ്യമാണ്. മറ്റൊന്ന് വൈവിധ്യവൽക്കരണമാണ്. പ്രത്യേക കാലയളവുകളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ ഓഹരി അല്ലെങ്കിൽ സെക്ടറുകളിൽ കാര്യമായ ചാഞ്ചാട്ടം ഉണ്ടാകാറുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ നോക്കി കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറും IT സെക്ടറിലൊക്കെ ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നേരിടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് വൈവിധ്യവൽക്കരണം മാത്രമാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും നമ്മുടെ കയ്യിരിക്കുന്ന പൈസ നമ്മൾ ഒരു സ്റ്റോക്കിലേക്ക് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ, ബാങ്കിങ് സെക്ടറിൽ നിൽക്കുന്ന സ്റ്റോക്കിലേക്ക് ഇട്ടെങ്കിൽ ബാങ്ക് ഇടിയ സമയത്ത് നമുക്ക് ആ പൈസ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വഴിയാണ് നമ്മളെ കമ്പനിയിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വന്നില്ല. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ഉണ്ട് നിൽക്കുക. അപ്പോൾ A എന്ന കമ്പനി ഒരു സെക്ടറിൽ നിൽക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിയിൽ നമ്മൾ നിക്ഷേപിക്കുക. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രകടനത്തെ അനുസരിച്ച് അതിൻ്റെ ലാഭവും നഷ്ടവും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലാഭത്തിലേക്ക് പോകാൻ, നഷ്ടത്തിലേക്ക് പോകാം. അതേസമയം നമ്മുടെ കയ്യിരിക്കുന്ന ആ തുക നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വഴിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഈ A എന്ന കമ്പനി ഉൾപ്പെടുന്ന ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഒരു ഫണ്ടിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഈ A എന്ന കമ്പനിയുടെ താഴ്ചയിലേക്ക് പോയാലോ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം പറഞ്ഞാൽ A എന്ന കമ്പനി മാത്രമല്ല ആ ഫണ്ടിലുള്ളത്, മറ്റ് കമ്പനികളും കൊണ്ട്. അപ്പോൾ ആ A എന്ന കമ്പനിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ ഫണ്ടിനെ കാര്യമായി ബാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഈ വൈവിധ്യവൽക്കരണം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഫണ്ട് ചിലപ്പോൾ IT ഉണ്ടാകാം, ബാങ്ക് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഒരു സെക്ടർ താഴ്ന്നുകൊണ്ട് പോയിരിക്കും. അപ്പോൾ IT സെക്ടർ താഴ്ന്നുകൊണ്ട് പോയിരിക്കും. നമ്മുടെ ഇടുന്ന പൈസ IT മാത്രമല്ല ബാങ്കിലുണ്ടാകും. അപ്പോൾ ആ ബാങ്ക് ആ സമയത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വലിയ നഷ്ടം വന്നില്ല, നമുക്ക് ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ഉപാധി എന്ന് പറയുന്നത് SIP തന്നെയാണ്. ഇപ്പോൾ മാസ വരുമാനക്കാർക്കായാലും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ തുക മുടക്കിക്കൊണ്ട് 500 രൂപ തുടക്കിക്കൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ ഓഹരിയുടെ ഹ്രസ്വകാലത്തുള്ള ചാഞ്ചാട്ടത്തെ നേരിടാനും ദീർഘകാലത്തേക്ക് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് SIP വഴിയുള്ള നിക്ഷേപം. അത് നമുക്ക് നല്ലൊരു മെത്തേഡ് തന്നെയാണ്. മറ്റൊന്ന്, നമുക്ക് ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാം. നമ്മൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഓപ്പൺ എൻഡഡ് ഫണ്ടുകളും അതുപോലെ ക്ലോസ് എൻഡ് ഫണ്ടുകളും. ഈ ഓപ്പൺ എൻഡ് ഫണ്ടുകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാം. നമ്മുടെ പണം ഒരു വർഷത്തിന്, ചിലപ്പോൾ ഒരു വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും. ആ ഒരു വർഷത്തിന് ശേഷം പിൻവലിച്ച ആദായ നികുതിയുടെ വലിയ പ്രശ്നങ്ങൾ വന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ എക്സിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ എക്സിറ്റ് ഫണ്ടായിട്ട്, എക്സിറ്റ് ലോഡായിട്ട് ചെറിയൊരു ശതമാനം ചുമത്താറുണ്ട്. മറ്റൊന്ന്, കുറഞ്ഞ ചിലവാണ്. നമ്മൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ വലിയൊരു എമൗണ്ട് നമ്മൾ എവിടെയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ജിയോജിത്ത് പോലുള്ള സംവിധാനത്തിൽ പോയി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ചെറിയ രീതിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കാൻ സാധിക്കും. ഇതിനെ സംബന്ധിച്ച് SEBI കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് വളരെ സുതാര്യമായുള്ള കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് വളരെ ആകർഷകമാകുന്നത്. നമുക്ക് ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ ഒരു ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ടർ വൈസുള്ള ഫണ്ടുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരു റിസ്ക് സംവിധാനം തന്നെയാണ്. വിപണിയിലെ കയറ്റം ഇറക്കം എന്ന് പറയുന്ന ഒരു റിസ്ക് തന്നെയാണ്. ആ റിസ്ക് എപ്പോഴും ഉണ്ട് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് മാത്രം നോക്കുക.